കത്തിരിക്ക വെച്ച് വളരെ സ്വാദിഷ്ടമായ ഒരു ഒഴിച്ചുകറി. കത്തിരിക്ക കാരക്കുഴമ്പ് എന്ന് പറയും തമിഴ്നാട്ടിൽ. നമുക്കത് ചാറോട് കൂടെ വേണമെങ്കിലും അല്ല ഇതുപോലെ തൊക്ക് രീതിയിലാണെങ്കിൽ ഒന്നും കൂടെ വറ്റിച്ചെടുത്താൽ മതി. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന, അധികം ചേരുവകളൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഈ കത്തിരിക്ക കാരക്കുഴമ്പ് 3 രീതിയിൽ തയ്യാറാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അതിനായി ഇതുപോലെ ചെറിയ സൈസിലുള്ള കത്തിരിക്കയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് 2 രീതിയിൽ അത് മുറിച്ചെടുക്കാം. ഒന്നുകിൽ അതിൻ്റെ ഞെട്ട് കളഞ്ഞിട്ട് ഇതുപോലെ 2 പ്രാവശ്യം മുറിച്ചെടുക്കുക. ഒരു അര മുതൽ 1/4 ഭാഗം വരെ മുറിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഞെട്ടോടുകൂടെ വെച്ചിട്ട് മറ്റേ സൈഡിൽ ഇതുപോലെ മുറിച്ച് നോക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് അത് നോക്കുകയും വേണം, അകത്ത് പുഴുവൊന്നും ഇല്ലയെന്ന് തീർച്ചയാക്കിയ കത്തിരിക്ക മാത്രം എടുക്കുക. ഒരു 3 ടീസ്പൂൺ നല്ലെണ്ണയാണ് ഈ കറിക്ക് എടുക്കുന്നത്. നല്ലെണ്ണ ചൂടാക്കി അതിലേക്ക് ഒരു 300 ഗ്രാമോളം വരും കത്തിരിക്ക. ഒരു പകുതി വേവിച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. അടച്ചു വെച്ച് ഒരു മീഡിയം തീയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത്, ഒരുപാട് സമയം പിടിക്കത്തില്ല, കത്തിരിക്ക എളുപ്പം വെന്ത് കിട്ടും. ആ സമയത്ത് നമുക്ക് തക്കാളിയും സവോളയും തേങ്ങയും കൂടെ ഉള്ള ഒരു പേസ്റ്റ് അരച്ചെടുക്കാം. ഒരു പകുതി വേവാകുമ്പോൾ കത്തിരിക്ക നമുക്ക് ചട്ടിയിൽ നിന്നും കോരി മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള എണ്ണയിലേക്ക് 2 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ നല്ലെണ്ണ തന്നെ ചേർക്കുക. ഈ കറിക്ക് നല്ലെണ്ണയാണ് ടേസ്റ്റ് കൊടുക്കുന്നതും. എണ്ണ അവരവരുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. അതിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം ഉലുവയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. വേണമെങ്കിൽ 2 ചുമന്ന മുളകും കൂടെ ചേർക്കാം. അതിലേക്ക് കരിവേപ്പിലയും 2-3 തണ്ട് താളിപ്പിൻ്റെ കൂടെ തന്നെ ചേർത്തിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ വഴറ്റിയെടുക്കാം. 15 മുതൽ 20 വരെ കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്പർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഒന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് നമുക്ക് ആദ്യം പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ ഒരു 3 ടീസ്പൂൺ സാമ്പാർ പൊടി. ഇത് വീട്ടിൽ പൊടിച്ച സാമ്പാർ പൊടിയാണ്. കൂടെ കളറിന് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. സാമ്പാർ പൊടിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ച് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക, കരിഞ്ഞു പോകരുത്. ഒന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും സവോളയും തേങ്ങയും കൂടെയുള്ള പേസ്റ്റ് ചേർക്കാം. പേസ്റ്റ് ചേർത്തതിന് ശേഷം നന്നായിട്ട് അതിൽ പച്ചമണമൊക്കെ മാറി ഒക്കെ മസാലക്കൂട്ടൊന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. അടച്ച് വെച്ച് ശകലം എണ്ണ സൈഡിലൊന്ന് തെളിഞ്ഞ് കിട്ടിയാൽ മതി. കാരണം നമ്മളത് കഴിഞ്ഞും പിന്നെ വേവിക്കുന്നത് കൊണ്ട് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നോളും. ഒന്ന് ശകലം എണ്ണ സൈഡിൽ നമുക്ക് തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളി 3 മുതൽ 5 ഗ്ലാസ് വരെ വെള്ളം ചേർത്ത് അതിൻ്റെ സത്ത് പിഴിഞ്ഞെടുക്കുക. അപ്പം നല്ല ലൂസായിട്ടുള്ള ചാറ് വേണമെന്നുള്ളത് അവർക്ക് ഒരു 5 ഗ്ലാസ് വെള്ളം വരെ ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. അല്ല ഒരു കുറുകിയ പരുവോ അല്ല തൊക്കിൻ്റെ പരുവോ വേണം എന്നുള്ളവർക്ക് 5 ഗ്ലാസ് ഒഴിക്കുകയാണെങ്കിൽ അത്രയും നേരം നമ്മൾ തിളപ്പിച്ചെടുക്കണം. ഒന്നും കൂടെ കുറുകിയ ചാറ് മതി എന്നുള്ളവർ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് പുളിവെള്ളം പിഴിഞ്ഞെടുത്താൽ മതി. ഇത് അടച്ചു വെച്ച് ഒരു മീഡിയം തീയിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക.
സൈഡിൽ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ശർക്കരയും കൂടെ ചേർക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന കത്തിരിക്കയും കൂടെ ചേർത്ത് നന്നായിട്ട് എണ്ണ തെളിയുന്നവരെ വേവിച്ചെടുക്കുക. വേവിക്കുന്നത് ഇപ്പോൾ ചാറോട് കൂടി വേണം എന്നുള്ളവർക്ക് ആദ്യം ആ എണ്ണ തെളിഞ്ഞ് വരുമ്പം ഗ്യാസ് ഓഫ് ചെയ്യുക. ഈ പരുവത്തിൽ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക. നല്ല ചാറോട് കൂടി നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പോലെയൊക്കെ നമുക്കിത് തയ്യാറാക്കാനാണ് ഇഷ്ടം എന്നുള്ളവർക്ക് ആ പരുവത്തിലാക്കുക. കുറുകി കിട്ടണം എന്നുള്ളവർക്ക് ഒന്നും കൂടെ ഇതുപോലെ കുറുക്കുക. അല്ല തൊക്കിൻ്റെ പരുവം വേണം എന്നുള്ളവർക്ക് ഒന്നും കൂടെ കുറുക്കി കഴിയുമ്പം ഇതുപോലെ നല്ല തൊക്കിൻ്റെ പരുവത്തിൽ കിട്ടും. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ എണ്ണ കത്തിരിക്ക തയ്യാറാക്കിയെടുക്കാം. ചാറോട് കൂടി വേണമെന്നുള്ളവർക്ക് ചാറോട് കൂടി എടുക്കുക. സെമി ഗ്രേവി വേണമെന്നുള്ളവർക്ക് ആ രീതിക്ക് എടുക്കുക. ഇപ്പോൾ തൊക്കിൻ്റെ പരുവത്തിലാണ് ഇതുപോലെ വേണം എന്നുള്ളവർക്ക് നന്നായിട്ട് വറ്റിച്ചെടുത്താൽ മതി. വളരെ സ്വാദിഷ്ടമായ ഈ ചാറുകറി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നമുക്ക് ചോറിനൊപ്പവും വിളമ്പാവുന്നതാണിത്. ആദ്യത്തെ പരുവത്തിൽ ചാറോട് കൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെയൊക്കെ വിളമ്പാം.